ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഒരു ചെറിയ ട്രാവൽ വ്ളോഗെന്നും പറയാം, പിന്നെ നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോയൊരു വീഡിയോ ആണ് കേട്ടോ. ഔട്ടിംഗ് എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ സ്ഥലത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്, എന്നാലും നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും കാണിക്കുമ്പോൾ. നമ്മുടെ റാന്നി തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ ഹൈസ്കൂളിൽ ഇവിടെയാണ് പഠിച്ചിരുന്നത് കേട്ടോ. 8 തൊട്ട് 10 വരെ ഇവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് കേട്ടോ. MSHSSലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2018 ശേഷമാണ് ഈ ഒരു സ്ഥലമൊക്കെ, അതായത് റോഡും കാര്യങ്ങളും ഒക്കെ ഇച്ചിരൊക്കെ എടുക്കുന്ന വീതിയാക്കുകയും അതുപോലെ തന്നെ കടകൾ ഒരുപാട് വരാൻ തുടങ്ങിയതൊക്കെ അതിന് ശേഷമാണ് കേട്ടോ. ഇത്രയും കടകളൊക്കെ കുറവായിരുന്നു, ഒരുപാട് കടകൾ കുറവായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡും ഒക്കെ ഇവിടെ കുറവായിരുന്നു. കൂടുതലും നമ്മളിവിടെ വീടുകളിൽ കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ച് വളർന്നിരുന്നത് കൊച്ചിലെ. പക്ഷേ ഇപ്പം ഇവിടെ ഫാസ്റ്റ് ഫുഡിനുള്ള കടകളായി തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളായി തുടങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ ഓഫ് ചെയ്യാനേ തോന്നിയില്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു റോഡുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് കുറേ നല്ല നല്ല ഹോട്ടലുകളും അതുപോലെ തന്നെ അത് പണിതേക്കുന്ന ഇൻറ്റീരിയറും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഈ വലത്തെ സൈഡ് കാണുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. റോഡൊക്കെ അത്യാവശ്യം വീതി ആയപ്പോഴത്തേക്ക് ആ ഒരു സ്ഥലത്തിന് പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നു. പത്തനംതിട്ട ആ ഒരു റൂട്ട് നമ്മളങ്ങോട്ട് പോയതിന് ശേഷം, അതായത് ബ്ലോക്ക് പടി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പത്തനംതിട്ട റൂട്ടാണ്. ആ ഒരു റൂട്ട് ഏകദേശമൊക്കെ പാതിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചത്താങ്കരയിലുള്ള ഹോണ്ട ഷോറൂമിൻ്റെ അടുത്ത് ഇങ്ങനെ വാനിൽ മോമോസ് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാമാസ് മോമോ എന്നാണ് എൻ്റെ പേര്. റാന്നിയിലുള്ളവർ ഇതുവരെയും പോയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ക്രീമി മോമോസും അതുപോലെ തന്നെ ഷെഷ്വാൻ മോമോസുമാണ് കേട്ടോ. പല വെറൈറ്റി മോമോസ് ഉണ്ട്. ഞാൻ അവരുടെ മെനു വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഞങ്ങൾ വാങ്ങിയത് ഷെസ്വാൻ മോമോസും അതുപോലെ ക്രീമി മോമോസുമാണ് കേട്ടോ. പല വെറൈറ്റി മോമോസുകളുണ്ട്. അഫ്ഗാനി മോമോസ്, ചീസി മോമോസ്, അതുപോലെ തന്നെ ക്രീമി മോമോസ്, അതുപോലെ ചില്ലി ഹണി മോമോസ്, അങ്ങനെ പല വെറൈറ്റി മോമോസുകളുണ്ട് കേട്ടോ. ഞാൻ അവരുടെ മെനു വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. കഴിഞ്ഞ വട്ടം ഞങ്ങൾ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം ഞങ്ങൾ റാന്നിയിലൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പം കുഞ്ഞിനെയും കൊണ്ടാണ് പോയത്. ഈ പ്രാവശ്യം ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ടല്ല പോയത്. നല്ല ഉറക്കമായിരുന്നത് കൊണ്ട് അവനെ കൊണ്ടുപോയില്ല. അങ്ങനെ ഞങ്ങൾ മോമോസൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞങ്ങൾ ചെന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഉണർന്നു. അങ്ങനെ അവനെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്കടുവാണോ, താന്താടയാണോ, ആണോ, ചാച്ചടുവാണോ? ഇത് ഇപ്പോൾ അവൻ നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നേരം നമ്മളുടെ അടുത്ത് അവൻ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ. അമ്മ കുറേ നേരം വർത്താനം പറയണം അവൻ്റെ അടുത്ത്. അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നതിൻ്റെ പരിപാടിയിലായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ക്രിസ്മസ് ട്രീ തന്നെ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീടിന് മുന്നിലൊരു നാരകമുണ്ട് കേട്ടോ. അതിലും കുറച്ച് അലക്കലത്തെ സാധനങ്ങളൊക്കെ ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ അത്തച്ചെടിയുടെ മണ്ടയിൽ നമ്മൾ ക്രിസ്മസ് സ്റ്റാറും തൂക്കുമായിരുന്നു കേട്ടോ.
നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. അതായത് നൈറ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ നാരകത്തിലും കൂടെ LED ബൾബ് ഇടുകയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെയാണ്. അപ്പം പുറകാലയുള്ള വീഡിയോയിൽ നാരകത്തിലും കൂടെ LED ബൾബ് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.